Dear students, welcome back to Nibra Secondary School online YouTube class. Okay, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ എട്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ടുവാർഡ്സ് ദ ഗാനറ്റിക് പ്ലെയിൻ എന്ന് പറയുന്ന പാഠഭാഗമാണ്. അതിന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് അല്ലേ. നമ്മൾ ആ ചാപ്റ്ററിലോട്ട് കടക്കുമ്പോൾ ആ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അവസാനമായിട്ട് അല്ലേ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം ആ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ ആരാണ് ആര്യൻസ്, ഹൂ വേർ ദ ആര്യൻസ് ആരാന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ അൽ ബാഷം എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൃതിയിൽ നിന്ന് എടുത്തിട്ട്, അദ്ദേഹത്തിൻ്റെ നോവലാണ് അൽ ബാഷമിൻ്റെ നോവലാണ് ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ. അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത് എന്തിനെ കുറിച്ചാണ്? ആര്യൻസിനെ കുറിച്ചാണ്. ഓക്കെ, ഈ ആര്യൻസ് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള റീജിയനുകൾ നമ്മുടെ ഇന്ത്യയിലോട്ട് വന്നിട്ടുള്ളത് അതിനൊക്കെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നിരുന്നാലും ഞാൻ സ്പീഡിൽ വായിച്ചു തരാം. BC 2000 the Eastern European provinces from Poland to Middle East Asia was inhabited by the pastoralists. ഓക്കെ, നാടോടികളായിട്ടുള്ള ഇടയന്മാരായിരുന്നു ആര്? ആ യൂറോപ്പിലും ഈസ്റ്റേൺ യൂറോപ്പിലും പോളണ്ടിലും ഒക്കെ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലും ഒക്കെ ഉണ്ടായിരുന്നത്. ദ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആൻഡ് ദ സ്കേഴ്സിറ്റി ഓഫ് ഗ്രീൻ പാസ്റ്റേഴ്സ് ഫോർ ദെയർ ഹെഡ് ഫോഴ്സ് ടു മൂവ് അവേ ഫ്രം ദി ഫാർ ഓഫ് പ്ലേസസ്. ഓക്കെ, ഈ ജനസംഖ്യാ വർധനവും അതുപോലെ അവർക്ക് കന്നുകാലികൾക്ക് മേച്ചിൽപ്പുറവും ഒക്കെ ഇല്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു? ദേ ഫോഴ്സ്ഡ് ടു മൂവ് അനദർ പ്ലേസസ്. അവർ മറ്റൊരു സ്ഥലത്തിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ദേ ട്രാവൽ ടു ദി വെസ്റ്റ്, ഈസ്റ്റ് ആൻഡ് സൗത്ത് ഇൻ ഗ്രൂപ്പ്സ്. അവരെന്ത് ചെയ്തു? ട്രാവൽ ചെയ്തു ഗ്രൂപ്പുകളായിട്ട്, വെസ്റ്റിലോട്ടും ഈസ്റ്റിലോട്ടും അതുപോലെ സൗത്തിലോട്ടും ഒക്കെ ഗ്രൂപ്പുകളായിട്ട് ട്രാവൽ ചെയ്തു. ദേ ടുക്ക് അലോങ് ദെയർ കാറ്റിൽ ആൻഡ് ടാമിഡ് ഹോഴ്സസ് ആസ് വെൽ ആസ്. അവരുടെ കൂടെ അവരുടെ കാറ്റിൽ കന്നുകാലികളും ഉണ്ടായിരുന്നു, കുതിരകളും ഉണ്ടായിരുന്നു. ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ദെയർ ജേർണി ദേ മെറ്റ് പീപ്പിൾ ഓഫ് ഡൈവേഴ്സ് ടൈപ്സ്, ഫോട്ട് വിത്ത് ദം ആൻഡ് മിങ്കിൾഡ് വിത്ത് ദം. അല്ലെ, അവരുടെ യാത്രയിൽ അവർ ചില ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ കാണുന്നു, അവരുമായിട്ട് ആക്രമണം ഉണ്ടാകുന്നു, അവരുമായിട്ട് കച്ചറ ഉണ്ടാകുന്നു. ചില ആളുകൾ അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു, അല്ലെ, ഇടപഴകി ജീവിക്കുന്നു. ചില ആളുകൾ ആക്രമണം നടത്തുകയും ചെയ്യുന്നു. വൺ ഗ്രൂപ്പ് റീച്ച്ഡ് യൂറോപ്പ്. ഒരു ഗ്രൂപ്പ് യൂറോപ്പിലെത്തി. ദ ഗ്രൂപ്പ് ദാറ്റ് ട്രാവൽഡ് സൗത്തിലോട്ട് യാത്ര ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് ദാറ്റ് റീച്ച്ഡ് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ, ഏകദേശം ജമ്മു കാശ്മീരിന്റെ വെസ്റ്റ് ഭാഗത്തായിട്ട് എത്തുന്നു. ത്രൂ ഇറാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ഇറാനിലൂടെയും അഫ്ഗാനിസ്ഥാനിലൂടെയും കടന്ന് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയറിൽ എത്തുന്നു. ദേ ആർ നോൺ ആസ് ആര്യൻസ്. അവരെയാണ് എന്ത് വിളിക്കുന്നത്? ആര്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആര്യൻസ്, ഇന്ത്യയിലോട്ട് വന്നിട്ടുള്ള ആര്യൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു നോവലാണ് ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ നോവൽ. ഇതിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കറക്റ്റായിട്ട് വിശദീകരിച്ച് തന്നിരുന്നു. ഓക്കെ, അതിന് നെക്സ്റ്റ് പേജിൽ നമ്മൾ ആ ഒരു ഡിസ്ക്രിപ്ഷനുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതിയിരുന്നു. അല്ലേ, ആര്യൻസ് വേഴ്സ് പാസ്റ്റോറലിസ്റ്റ്. ആര്യൻസ് ആരായിരുന്നു? പാസ്റ്റോറലിസ്റ്റ് ആയിരുന്നു, അതായത് നാടോടികളായിട്ടുള്ള ഇടയന്മാരായിരുന്നു. ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഫോഴ്സ്ഡ് ദം ടു ട്രാവൽ ടു അതർ ലാൻഡ്സ്. അല്ലേ, ജനസംഖ്യാ വർധനവ് അവരെ എന്ത് ചെയ്തു? ആ മറ്റു സ്ഥലങ്ങളിലോട്ട് യാത്ര ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ കുറച്ച് പോയിന്റ് കൂടി നിങ്ങൾ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു, അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അതിന് താഴെ പറയുന്നു, go through the table given below. Certain words similar in meaning and pronunciation from different languages are listed. ഓക്കെ, താഴെ കൊടുത്തിട്ടുള്ള ചില ലാംഗ്വേജുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏതൊക്കെ ലാംഗ്വേജുകൾ? ഇംഗ്ലീഷ്, അല്ലേ, ഞാൻ എഴുതാം. ഇംഗ്ലീഷ് കൊടുത്തു. ലാറ്റിൻ, അല്ലേ, ലാറ്റിൻ ഉണ്ട്. ഗ്രീക്ക് ഉണ്ട്. അതുപോലെ സാൻസ്ക്രിറ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നു ഇംഗ്ലീഷിൽ ഫാദർ ആൻഡ് മദർ, അല്ലേ, നമ്മളെ അമ്മയെ അച്ഛനെ വിളിക്കുന്ന പേരാണ് ഫാദർ, അച്ഛൻ, അച്ഛൻ, ആൻഡ് മദർ ദാറ്റ് ഈസ് അമ്മ. ഓക്കെ, ഇങ്ങനെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നു. ഓക്കെ, അതിന്റെ പ്രൊണൗൺസിയേഷൻ അതേപോലത്തെ ലാറ്റിൻ ഭാഷയിൽ ഫാദർ എന്ന് പറയുന്നത് പാറ്റർ, പാറ്റർ. അതുപോലെ
ലാറ്റിനില് മദറിന് മാറ്റർ, ഗ്രീക്കില് പീറ്റർ, അതുപോലെ എന്താ മദറിന് മീറ്റർ, സാൻസ്ക്രിറ്റില് പിറ്റർ, അതുപോലെ സാൻസ്ക്രിറ്റില് മദറിന് മദർ. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് പ്രൊണൗൺസിയേഷൻ, നമ്മുടെ ഉച്ചാരണം അല്ലെ. ഇംഗ്ലീഷിൽ ഫാദർ, അതേപോലെ തന്നെ ലാറ്റിനിൽ പാറ്റർ, ഗ്രീക്കിലെ പീറ്റർ, സാൻസ്ക്രിറ്റിലെ പിറ്റർ അല്ലെ. അതിന്റെ പ്രൊണൗൺസിയേഷൻ ഒന്ന് നോക്കൂ, ഉച്ചാരണം നോക്കൂ, ഒക്കെ ഒരേ മാതിരിയല്ലേ, ഏകദേശം ഒരേ മാതിരിയാണ് എന്ത് ഇതിന്റെ പ്രൊണൗൺസിയേഷനും അതിന്റെ മീനിങ്ങും ഒക്കെ വരുന്നത്. ഓക്കെ, ദിസ് സിമിലാരിറ്റി പോയിന്റ്സ് ടു ദ കോമൺ ഹെറിറ്റേജ് ഓഫ് ദീസ് ലാംഗ്വേജ്. ഓക്കെ, ഇതാണ് എന്ത് ഈ ലാംഗ്വേജുകളുടെ കോമൺ സിമിലാരിറ്റി എന്ന് പറയുന്നത്. ഇനി പറയുന്നു, ദ ലാംഗ്വേജസ് സ്പോക്കൺ ബൈ ദ പീപ്പിൾ ഹു ഇൻഹാബിറ്റഡ് വേരിയസ് പാർട്സ് ഓഫ് യൂറോപ്പ് ആൻഡ് ഏഷ്യ ആർ റിഗാർഡഡ് ആസ് ദ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഏത് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ്. ഓക്കെ, ഇതാണ് ഏത് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ്. ഏതൊക്കെയാണ്? ഇംഗ്ലീഷ്, ലാറ്റിൻ, ഗ്രീക്ക്, സാൻസ്ക്രിറ്റ്. എന്താണ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാല്? ദ ലാംഗ്വേജ് സ്പോക്കൺ ബൈ ദ പീപ്പിൾ, അതായത് ഏത് ജനങ്ങളാണ് സ്പീക്ക് ചെയ്യുന്നത്? ഹു ഇൻഹാബിറ്റഡ് വേരിയസ് പാർട്സ് ഓഫ് യൂറോപ്പ് ആൻഡ് ഏഷ്യ, ഏഷ്യയിലോട്ടും യൂറോപ്പിലോട്ടും ഒക്കെ കുടിയേറി പാർത്തിട്ടുള്ള അവിടെ താമസിക്കുന്ന ആളുകളുടെ ഒരു ഭാഷകളാണ് ഏതൊക്കെ? ഈ പറയുന്ന ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ. അതായത് യൂറോപ്പിലോട്ടും ഏഷ്യയിലോട്ടും വന്നിട്ടുള്ള ആളുകളുടെ, അല്ലെങ്കിൽ കടന്നു കയറി, അല്ലെങ്കിൽ ഇൻഹാബിറ്റഡ് അവിടെ താമസിക്കുന്ന ആളുകളുടെ ഭാഷയാണ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ്. ഓക്കെ, ഏതൊക്കെയാണ് ആ ലാംഗ്വേജ്? ഇംഗ്ലീഷ്, ലാറ്റിൻ, ഗ്രീക്ക്, സാൻസ്ക്രിറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നു എമംഗ് ദം, ഇതില് ഈ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജില് എമംഗ് ദം ദ പീപ്പിൾ ഹു സ്പീക്ക് സാൻസ്ക്രിറ്റ് came to be called as Aryans. ഇതില് സാൻസ്ക്രിറ്റ്, ഞാൻ സാൻസ്ക്രിറ്റിന് എന്ത് ചെയ്യുന്നു? ഒരു ഇതിടുന്നു. ഇതില് സാൻസ്ക്രിറ്റ് സംസാരിക്കുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് ആരാണ്? ആര്യൻസ് അല്ലെ. ആരാണ്? ആര്യൻസ്. ഇതില് സാൻസ്ക്രിറ്റ് സംസാരിക്കുന്ന ആളുകളാണ് ആര്? ആര്യൻസ്. ഓക്കെ, ഹു സ്പോക്ക് സാൻസ്ക്രിറ്റ് came to be called as Aryans. അപ്പൊ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജില്, ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്, ലാറ്റിന്, ഗ്രീക്ക്, സാൻസ്ക്രിറ്റ്. എന്താണ്? വാട്ട് ഈസ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ്? ദാറ്റ് ഈസ് ദ ലാംഗ്വേജ് ദാറ്റ് സ്പോക്കൺ ബൈ ദ പീപ്പിൾ ഹു ഇൻഹാബിറ്റഡ് വേരിയസ് പാർട്സ് ഓഫ് യൂറോപ്പ്, യൂറോപ്പിലോട്ടും അതുപോലെ ഏഷ്യയിലോട്ടും അങ്ങോട്ട് അവിടുത്തെ തദ്ദേശീയ, അല്ലെങ്കിൽ അവിടേക്ക് താമസം മാറിയിട്ടുള്ള, ഇൻഹാബിറ്റഡ് ആയിട്ടുള്ള അവിടുത്തെ ആളുകളുടെ ഭാഷയാണ് ഏത്? ഇംഗ്ലീഷ്, ലാറ്റിന്, ഗ്രീക്ക്, സാൻസ്ക്രിറ്റ്. ഈ ഭാഷയിൽ സാൻസ്ക്രിറ്റ് സംസാരിക്കുന്ന ആളുകളാണ് ആര്? ആര്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, the people who spoke Sanskrit came to be called as Aryans. The first literary work in Sanskrit is the Rigveda. അപ്പോൾ സാൻസ്ക്രിറ്റിലെ ആദ്യത്തെ വർക്ക്, ഫസ്റ്റ് വർക്ക്, ആദ്യത്തെ കൃതിയാണ് ഏത്? ഋഗ്വേദ. എന്താണ്? ഋഗ്വേദ. ഓക്കെ, സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള ആദ്യത്തെ കൃതിയാണ് ഋഗ്വേദ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പറഞ്ഞു. എന്തൊക്കെയാണ്? അൽബാഷം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ നോവലാണ് ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന് പറയുന്ന നോവൽ. ആ നോവലിൽ പ്രതിപാദിച്ചിട്ടുള്ളത് എന്തിനെ കുറിച്ചാണ്? ആര്യൻസിനെ കുറിച്ചാണ് അല്ലെ. ആര്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ദേ ആർ ദ പാസ്റ്റോറലിസ്റ്റ്. ആര്യൻസ് എന്ന് പറഞ്ഞാൽ നാടോടികളായിട്ടുള്ള ഇടയന്മാരായിരുന്നു. ഓക്കെ, അതൊക്കെ പറഞ്ഞു നമ്മൾ. പിന്നെ പറഞ്ഞു ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ്? യൂറോപ്പിലോട്ടും അതുപോലെ ഏഷ്യയിലും ഒക്കെ താമസിച്ചിരുന്ന അവിടുത്തെ താമസക്കാരുടെ ഭാഷയാണ് ഇംഗ്ലീഷും, ലാറ്റിനും, ഗ്രീക്കും, സാൻസ്ക്രിറ്റും. അതില് സാൻസ്ക്രിറ്റ്
ഭാഷ സംസാരിച്ചിരുന്ന ആളുകളാണ് ആര്? ആര്യൻസ് എന്ന് പറയുന്നത്. സംസ്കൃതം സംസാരിച്ച ആളുകളാണ് ആര്? ആര്യൻസ്. ഈ സംസ്കൃതത്തിലെ ആദ്യത്തെ വർക്കാണ്, ആദ്യത്തെ ഫസ്റ്റ് വർക്ക് അല്ലെങ്കിൽ ആദ്യത്തെ കൃതിയാണ് ഏത്? ഋഗ്വേദ എന്ന് പറയുന്നത്. ഓക്കെ, ആ പോയിന്റുകളൊക്കെ മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് പറയുന്നത്. ഇനി ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, certain reference about the migration of Aryans can be noticed in ഋഗ്വേദ. ഓക്കെ, ആര്യൻസിന്റെ ഈ മൈഗ്രേഷൻ, ഈ ഒരു കുടിയേറ്റത്തെ കുറിച്ചൊക്കെ, ആര്യൻസ് നമ്മൾ പറഞ്ഞു യൂറോപ്പിലെ കുറച്ച് ഏഷ്യയിലൊക്കെ ആളുകൾ പല ഭാഗത്തിലോട്ടും കുടിയേറി പാർത്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയറിൽ വന്നിട്ടുള്ള, ഇന്ത്യയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് ജമ്മു കാശ്മീരില്ലേ, ഏറ്റവും മുകൾ ഭാഗം, അതിന്റെ ജമ്മു കാശ്മീരിന്റെ കുറച്ച് പുറത്ത്, അതായത് വെസ്റ്റില്, ജമ്മു കാശ്മീരിന്റെ വെസ്റ്റ് ഭാഗത്തോട്ട് കടന്നു കയറിയിട്ടുള്ള ആളുകളാണ് ആര്യൻസ്. അവരുടെ ഭാഷ, അവർ സംസാരിച്ചിരുന്ന ഭാഷ ഏതാണ്? സാൻസ്ക്രിറ്റ്. ഓക്കെ, ഇതാണ് ഇതിലൂടെ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. ആര്യൻസ് പറഞ്ഞാല് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയറിൽ വന്നിട്ടുള്ള ആളുകളാണ് ആര്യൻസ്, കുടിയേറി പാർത്തിട്ടുള്ള ആളുകളാണ് ആര്യൻസ്. അവർ സംസാരിച്ചിരുന്ന ഭാഷ സംസ്കൃതമാണ്, സാൻസ്ക്രിറ്റ്. ഓക്കെ, ഈ ആര്യൻസിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്, ആര്യൻസിന്റെ കാര്യങ്ങളും ജീവിത രീതികളും ഒക്കെ പറഞ്ഞു തരുന്ന ഒരു കൃതിയാണ് ഋഗ്വേദ. എന്താണ് ഋഗ്വേദ? ഋഗ്വേദ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ, സാൻസ്ക്രിറ്റിലെ ആദ്യത്തെ വർക്കാണ് ഋഗ്വേദ. ഓക്കെ, ഒരുപാട് പോയിന്റുകൾ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ആണ്. ഓക്കെ, ഇതിന് ചെറിയൊരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു സംഭാഷണം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഋഗ്വേദയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഋഗ്വേദ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ ആദ്യത്തെ വർക്കായിട്ടുള്ള ഋഗ്വേദയിൽ ആര്യൻസിനെ കുറിച്ചുള്ള ചെറിയ പ്രതിപാദിക്കുന്ന ചെറിയൊരു കോൺവെർസേഷൻ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ കോൺവെർസേഷൻ എന്താണ് നമുക്കൊന്ന് നോക്കാം. ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സരമ ആൻഡ് പണി. സരമയും പണിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. സരമ എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ, ലോർഡ് ഇന്ദ്രന്റെ ഒരു ഹൗണ്ടാണ്, ഒരു വേട്ടപ്പട്ടിയാണ് ആര്? സരമ. ഓക്കെ, പണി എന്ന് പറഞ്ഞാൽ തദ്ദേശീയരായിട്ടുള്ള ആളാണ് ആര്? പണി എന്ന് പറയുന്നത്. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരാളുടെ പേരാട്ടോ പണി. അപ്പൊ ഇവര് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. ഓക്കെ, ആരാണ് സരമ? ഇന്ദ്രന്റെ, ലോർഡ് ഇന്ദ്രന്റെ, ദൈവമാണ് ഇന്ദ്ര, അദ്ദേഹത്തിന്റെ ഒരു ഹൗണ്ടാണ്. ഹൗണ്ട് എന്ന് പറഞ്ഞാൽ വേട്ടപ്പട്ടിയാണ് സരമ. അപ്പൊ ആ സരമയും പണിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഇവിടെ, സംഭാഷണമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. സരമ: റെസ്പെക്റ്റഡ് പണി, ഐ ആം എ മെസ്സഞ്ചർ ഓഫ് ലോർഡ് ഇന്ദ്ര. ബഹുമാനപ്പെട്ട പണി, ഐ ആം എ മെസ്സഞ്ചർ, ഞാൻ ഒരു സന്ദേശകനാണ്, ഓഫ് ലോർഡ് ഇന്ദ്ര, ലോർഡ് ഇന്ദ്രയാണ് എനിക്ക് ഒരു ദൈവം, ഇന്ദ്ര എന്ന് പറയുന്ന ദേവൻ, ഇന്ദ്രദേവനാണ് എന്നെ എങ്ങോട്ട് അയച്ചിട്ടുള്ളത്? നിങ്ങളുടെ അടുത്തോട്ട് അയച്ചിട്ടുള്ളത്. ഹി ഹാസ് സെൻഡ് മീ ടു യു, അദ്ദേഹമാണ് എന്നെ നിങ്ങളുടെ അടുത്തോട്ട് അയച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പണി ചോദിക്കുന്നു, സരമ, ഫോർ വാട്ട് പർപ്പസ് യു ഹാവ് കം ഹിയർ, നിങ്ങൾ എന്ത് ഉദ്ദേശത്തിനാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? ഹൗ ഡിഡ് യു റീച്ച് ഹിയർ, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്? അപ്പൊ സരമ പറയുന്നു, ഐ ക്രോസ് ദ റിവർ ടു ഗെറ്റ് ഹിയർ, ഞാൻ ഇവിടെ എത്താൻ ഒരു റിവർ, ഒരു നദി ഞാൻ ക്രോസ് ചെയ്തു, അല്ലെങ്കിൽ നീന്തിക്കടന്നു. യു പോസസ് ലോട്ട് ഓഫ് കൗസ്, നിങ്ങളുടെ അടുത്ത് ഒരുപാട് കന്നുകാലികളുണ്ട്. ഐ ഡിസയർ ടു ടേക്ക് ദം എവേ, ഞാൻ അതിനെ പിടിച്ചു, അല്ലെങ്കിൽ ഞാൻ അതിനെ കൊണ്ടുപോകാൻ വന്നതാണ്. ഓക്കെ, അപ്പോൾ സരമയും പണിയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. സരമ എന്താണ്? ദേവേന്ദ്രൻ അല്ലെങ്കിൽ ലോർഡ് ഇന്ദ്ര അയച്ചിട്ടുള്ള ഒരു ആളാണ് സരമ. പണി എന്ന് പറഞ്ഞാൽ അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളാണ്. അപ്പം അദ്ദേഹം ഒരു വലിയ പുഴയൊക്കെ നീന്തി കടന്ന് വന്നിട്ടുള്ളതാണ്. എന്തിനു വേണ്ടിയാണ്? ഈ പണിയുടെ അടുത്ത് ഒരുപാട് കന്നുകാലികളുണ്ട്. യു പോസസ് എ ലോട്ട് ഓഫ് കൗസ്, ഒരുപാട് പശുക്കളുണ്ട്, ആ പശുക്കളെ കൊണ്ടുപോകാൻ വന്നതാണ്. അപ്പൊ പണി ചോദിക്കുന്നു, ഹൗ ഡിഡ് യു സക്സീഡ് ഇൻ സ്വിമ്മിങ് അക്രോസ് ദ റിവർ രാസ അറ്റ് നൈറ്റ്, ഈ രാത്രിയിൽ നീ എങ്ങനെയാണ് ആ റിവർ രാസ നദി, ഓക്കെ, ആ നദിയാണ്, ആ രാസ നദി നീ എങ്ങനെയാണ് നീന്തി കടന്നിട്ടുള്ളത്? ഹൗ ഡിഡ് യു സക്സീഡ് ഇൻ സ്വിമ്മിങ് അക്രോസ് റിവർ രാസ അറ്റ് നൈറ്റ്, ഈ രാത്രിയിൽ നീ എങ്ങനെയാണ് ആ നദി നീന്തി കടന്നിട്ടുള്ളത്, രാസ നദി നീന്തി കടന്നിട്ടുള്ളത്? അപ്പൊ സരമ പറയുന്നു, അറ്റ് ഫസ്റ്റ് ഐ വാസ് അഫ്രൈഡ് ടു സ്വിം അറ്റ് നൈറ്റ്,
ഞാൻ ആദ്യം ഒന്ന് ഭയപ്പെട്ടിരുന്നു. എന്തിന്? ഈ രാത്രിയിൽ ആ ഒരു പുഴ നീന്തിക്കടക്കാൻ ഞാനൊന്ന് ചെറുങ്ങനെ ഭയപ്പെട്ടിരുന്നു. ബട്ട് ഐ ആം പ്രൊട്ടക്റ്റഡ് ബൈ ദ ഗോഡ്സ്. പക്ഷെ ഇവിടെ ഞാൻ ആരാണ്? ലോഡായിട്ടുള്ള എന്നെ ആരയച്ചത്? ദൈവമാണ്, ദേവേന്ദ്രനാണ് അല്ലേ, ഇന്ദ്രനാണ് എന്നെ അയച്ചിട്ടുള്ളത്. അപ്പൊ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? എനിക്ക് ഒരുപാട് ദൈവങ്ങൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഐ വാസ് ഏബിൾ ടു സ്വിം അക്രോസ് ദ റിവർ രാസ. അതുകൊണ്ട് എനിക്ക് രാസ നദി സുഖമായിട്ട് എനിക്ക് നീന്തി കിടക്കാം. ഓക്കെ, ഇതാണ് ഈ ഒരു കോൺവെർസേഷൻ. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, this conversation taken from the Rigveda is between Sarama, the hound of Lord Indra, and the local inhabitant of the region. Okay, ഈ ഒരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ ലോർഡ് ഇന്ദ്രന്റെ ഹൗണ്ടാണ്. ഹൗണ്ട് എന്ന് പറഞ്ഞാൽ വേട്ടപ്പട്ടിയായിട്ടുള്ള സരമയും അവിടുത്തെ ലോക്കൽ ഇൻഹാബിറ്റൻറ്റ്, അവിടെ തദ്ദേശീയരായിട്ട് താമസിക്കുന്ന പണിയും തമ്മിലുള്ള, പണി എന്ന് പറയുന്ന പണികൾ, ഓക്കെ, അവരും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. The conversation is about the request placed by the Aryans to have possession of the cattle reared by the people of the area. Okay, ഇവിടെ പറയുന്നത് ആര്യൻസ് എന്തിനു വേണ്ടി അവര് they have to possession of the cattle reared by the people of the area. അവര് ഒരു പ്രദേശത്ത് കടന്നു ചെല്ലുമ്പോൾ ആ പ്രദേശത്ത് കന്നുകാലി മേയ്ക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഒരുപാട് കാറ്റ് റിയർ നടക്കുന്ന ആളുകൾ. അവരോട് കന്നുകാലികൾ ചോദിച്ചു പോയിട്ടുള്ളതിന് സമാനമായിട്ടുള്ള ഒന്നാണ് ഋഗ്വേദയിൽ ഈ കൊടുത്തിട്ടുള്ള സംഭാഷണം എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ആര്യൻസ് കന്നുകാലികളെ ചോദിക്കുന്ന അല്ലെങ്കിൽ കന്നുകാലികളെ എടുക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ് ഈ ഒരു ഇതിലൂടെ നമുക്ക് അർത്ഥമാക്കി തരുന്നത്. ഓക്കെ, about 3500 years ago, ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് ആര്യൻസ് അറൈവ്ഡ് അറ്റ് ദ സപ്ത സിന്ധു റീജിയൻ. ഓക്കെ, ഇനി ആര്യൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഒരു കോൺവെർസേഷൻ പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു കോൺവെർസേഷന് നിങ്ങൾക്ക് കേൾപ്പിച്ച് തന്നിട്ടുള്ളത് എന്തിനെ കുറിച്ചാണ്? എന്താണ് ആര്യൻസ്, അവരുടെ പ്രധാനപ്പെട്ട ജീവിത രീതി എന്തായിരുന്നു? കാറ്റിൽ റിയറിങ് ആണ്. അവർ പശുക്കളൊക്കെ ചോദിച്ച് നടന്നിരുന്നു എന്നുള്ള ഒരു ചെറിയൊരു കോൺവെർസേഷൻ ആണ് ഇത് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആര്യൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആര്യൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ്, ഇയേഴ്സ് എഗോ, ഓക്കെ അല്ലേ, 3500 വർഷങ്ങൾക്ക് മുമ്പ് ആര്യൻസ് അറൈവ്ഡ് അറ്റ് ദ സപ്ത സിന്ധു റീജിയൻ. ആര്യൻസ് എങ്ങോട്ടാണ് വന്നത്? സപ്ത സിന്ധു റീജിയൻ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. സപ്ത സിന്ധു റീജിയനിലോട്ടാണ് ആര്യൻസ്, ഇന്ത്യയുടെ മുകൾ ഭാഗത്തായിട്ട്. ഓക്കെ, ഇന്ത്യയുടെ ഒരു മാപ്പ് കണ്ടോ നിങ്ങള്? ആ മാപ്പിടെ സപ്ത സിന്ധു റീജിയൻ എവിടെ നോക്കൂ, ഒരു യെല്ലോ ഷെയ്ഡായിട്ട് കൊടുത്തിട്ടുണ്ട്. സപ്ത സിന്ധു റീജിയൻ ഇന്ത്യയുടെ ജമ്മു കാശ്മീരും ഹിമാചൽ പ്രദേശും ഒക്കെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും ബാക്കി പാകിസ്ഥാന്റെ ഭാഗങ്ങളും വരുന്ന കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സപ്ത സിന്ധു റീജിയൻ ആണ് ഇത്. ഓക്കെ, അവിടെ അപ്പോൾ ആര്യൻസ് അങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത് ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പാണ്. ആര്യൻസ് വന്നിട്ടുള്ള പ്രദേശമാണ് ഏത്? സപ്ത സിന്ധു റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സപ്ത സിന്ധു റീജിയൻ ഇൻ ദ നോർത്തേൺ വെസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നോർത്തേൺ വെസ്റ്റ് പാർട്ടിലാണ് ഏത് ഭാഗം കിടക്കുന്നത്? സപ്ത സിന്ധു റീജിയൻ കിടക്കുന്നത്. ഓക്കെ, വാട്ട് അസിസ്റ്റഡ് ദ മോസ്റ്റ് ഇൻ ദയർ ജേർണി were the horses and the chariots pulled by the horses. അവരെ യാത്രയിൽ സഹായിച്ചത്, അതായത് ആര്യൻസ് 3500 വർഷങ്ങൾക്ക് മുമ്പ് സപ്ത സിന്ധു റീജിയനിൽ എത്തി നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അവര് യാത്രയെ സഹായിച്ചത്, അവർ ഇങ്ങോട്ട് എത്താൻ യാത്രയെ സഹായിച്ചത് എന്താണ്? ഹോഴ്സസ് അല്ലെ, കുതിരകളും അതുപോലെ പിന്നെന്താണ്? ആൻഡ് ചാരിയോട്സ് പുള്ളഡ് ബൈ ദ ഹോഴ്സസ്. എന്താ ചാരിയോട്സ് പുള്ളഡ് ബൈ ദ ഹോഴ്സ് എന്ന് പറഞ്ഞാല്? ചാരിയോട്സ് പുള്ളഡ് ബൈ ദ ഹോഴ്സസ്. ഓക്കെ, അതായത് കുതിരകളുടെ രഥങ്ങൾ ഉണ്ടല്ലോ, കുതിരയുടെ ബാക്കിൽ കെട്ടിക്കാണ്ട് ആളുകൾക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനം, അതാണ് കുതിരകളുടെ രഥം. ഈ കുതിരകളും
അതുപോലെ കുതിരക്കൊണ്ട് കെട്ടിയിട്ടുള്ള രഥങ്ങളുമാണ്. അതിലാണ് ആര് വന്നത്? ആര്യൻസ് 3500 വർഷങ്ങൾക്ക് മുമ്പ് സപ്ത സിന്ധു റീജിയനിൽ എത്തിയിട്ടുള്ളത്. ദ ഹോഴ്സ് skeletons and remnants of the chariots in the paths traveled by the Aryans are the evidence for their arrival. ഓക്കെ, ഇവരുടെ ഇങ്ങോട്ട് വന്നിട്ടുള്ള സപ്തസിന്ധു റീജിയനിലോട്ട് വന്നിട്ടുള്ളതിന് തെളിവ് ലഭിച്ചത്, ഓക്കെ, ഇങ്ങോട്ട് വന്നിക്കണേ എന്നുള്ള തെളിവ് ലഭിച്ചത്, എവിഡൻസ് കിട്ടിയിട്ടുള്ളത് എങ്ങനെയാണ്? ദ ഹോഴ്സസ് സ്കെൽറ്റൻ അല്ലെ, ഹോഴ്സസ് സ്കെൽറ്റൻ അല്ലെ, ഹോഴ്സസ് സ്കെൽറ്റൻ, കുതിരകളുടെ അവശിഷ്ടങ്ങളും, അതുപോലെ ആൻഡ് റിമനൻസ് ഓഫ് ദ ചാരിയോട്സ്, ചാരിയോട്സിന്റെ, ഈ ചാരിയോട്സ് എന്ന് പറഞ്ഞാൽ രഥങ്ങളുടെ, ഓക്കെ, ചാരിയോട്സിന്റെ റിമൈൻസ് അല്ലെങ്കിൽ റിമൈൻസ് ഓഫ് ചാരിയോട്സ് ആൻഡ് ദ പാത്ത് ട്രാവൽഡ് ബൈ ദി ആര്യൻസ് ആർ ദ എവിഡൻസസ്. ഓക്കെ, ഇത് രണ്ടുമാണ് എന്ത്? എവിഡൻസസ്. ഓക്കെ, ഫോർ ദെയർ അറൈവൽ. ഓക്കെ, ഇവിടെ പറയുന്നു എവിഡൻസസ് ഫോർ ദെയർ അറൈവൽ. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ആ പറഞ്ഞിട്ടുള്ള പാരഗ്രാഫ് ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് സപ്തസിന്ധു റീജിയനിൽ എത്തിയിട്ടുള്ള ആളുകളാണ് ആര്? ആര്യൻസ് അല്ലേ? ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് സപ്തസിന്ധു റീജിയനിൽ, സപ്തസിന്ധു റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 135 ഇന്ത്യയുടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ യെല്ലോ ഷെയ്ഡ് കൊടുത്തിട്ടുള്ള കണ്ടോ, ഇന്ത്യയുടെ കുറച്ച് ഭാഗങ്ങൾ, ജമ്മു കാശ്മീരിന്റെയും ഹിമാചൽ പ്രദേശിന്റെയും അതുപോലെ പാകിസ്ഥാന്റെ കുറച്ച് ഭാഗങ്ങൾ വരുന്ന റീജിയൻ ആണ് ഏത്? സപ്ത സിന്ധു റീജിയൻ. ഓക്കെ, സപ്ത സിന്ധു റീജിയനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ തൊട്ട് സൈഡിൽ തന്നെ എക്സ്ട്രാ റീഡിങ്ങില് the area including river Saraswati together with river Sindhu and their tributaries Chalam, Chenab, Ravi, Beas and Satluj is regarded as the Sapta Sindhu region. Okay, ഇവിടെ പറയുന്നു നദികളായിട്ടുള്ള സരസ്വതിയും അതുപോലെ സിന്ധു നദിയും, ഈ സിന്ധു നദിയും സരസ്വതി നദിയും സരസിന്ധുവിന്റെ ട്രൈബ്യൂട്ടറി അല്ലെ, ട്രൈബ്യൂട്ടറി എന്ന് പറഞ്ഞാല് അതിന്റെ പോഷക നദികളുമായിട്ടുള്ള ജലം, ചിനാബ്, രവി, ബീസ്, സത്ലജ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള, അതൊക്കെ ഒഴുകുന്ന പ്രദേശങ്ങളെയാണ് എന്ന് പറയുന്നത് സപ്ത സിന്ധു റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് നിക്ഷേപിച്ചിട്ടുണ്ടായിട്ടുള്ള റീജിയൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ, സപ്ത സിന്ധു റീജിയൻ, അപ്പൊ അതാണ് സപ്ത സിന്ധു റീജിയൻ. ഏകദേശം ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയറിലായിട്ടാണ് സപ്ത സിന്ധു റീജിയൻ ഉള്ളത്. അപ്പൊ 3500 വർഷങ്ങൾക്ക് മുമ്പ് സപ്ത സിന്ധു റീജിയനിൽ എത്തിയിട്ടുള്ള ആളുകളാണ് ആര്? ആര്യൻസ്. ഓക്കെ, ആരാണ്? ആര്യൻസ്. ഈ ആര്യൻസ് ഇവിടെ എത്താൻ സഹായിച്ചത്, ഈ ആര്യൻസ് ഇങ്ങോട്ട് അവരുടെ ട്രാവലിങ്ങിന് അല്ലെ, അവരുടെ ട്രാവലിങ്ങിന് അവരെത്താൻ സഹായിച്ചത് ആരാണ്? കുറച്ച് ഹോഴ്സസ് ആണ് ആൻഡ് ദ ചാർനോട്സ്. ഓക്കെ, ഹോഴ്സസ്, ചാരിയോട്സും, ചാരിയോട്സ് പുള്ളിഡ് ബൈ ഹോഴ്സസ് അല്ലെ, ഈ കുതിരകളുടെ രഥങ്ങളും അല്ലെ, കുതിരകളിൽ കെട്ടിയിട്ടുള്ള രഥങ്ങളും കുതിരകളും ഒക്കെയാണ് അവരുടെ ട്രാവലിങ്ങിന്, ഇങ്ങോട്ടുള്ള സപ്തസിന്ധു റീജിയനിലോട്ടുള്ള ട്രാവലിങ്ങിന് സഹായിച്ചിട്ടുള്ളത്. അപ്പൊ അവർ ഇങ്ങോട്ട് 3500 വർഷം മുമ്പ് വന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിന് തെളിവ് ലഭിച്ചിട്ടുള്ളത്, ഓക്കെ, ഇവരിങ്ങോട്ട് വന്നു എന്നുള്ളതിന് തെളിവ് ലഭിച്ചിട്ടുള്ളത് എന്താണ്? അവര് സഞ്ചരിച്ചിട്ടുള്ള ആ ഒരു വഴിയിൽ നിന്ന് എന്ത്? ഹോഴ്സസ് സ്കെൽറ്റൻ, അതായത് കുതിരകളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ റിമൈൻസ് ഓഫ് ചാരിയോട്സ്, ഓക്കെ, അതുപോലെ നമ്മുടെ രഥങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എന്ത്? എവിഡൻസസ് ഫോർ ദെയർ അറൈവൽ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് അതിന്റെ ആ ഒരു പാരഗ്രാഫിൽ കിടക്കുന്നത്. ഏകദേശം നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് 3500 വർഷങ്ങൾക്ക് മുമ്പ് സപ്ത സിന്ധു റീജിയനിൽ എത്തിയിട്ടുള്ള ഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ആര്? ആര്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ആര്യൻസ്. ഇനി പറയുന്നു ലൈഫ് ഓഫ് പീപ്പിൾ, ജനജീവിതം. ആര്യൻസിന്റെ, ഈ സപ്ത സിന്ധു റീജിയനിൽ എത്തിയിട്ടുള്ള ആര്യൻസിന്റെ അവരുടെ ജനജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, അതുകൂടി നോക്കാം. ദ ലൈഫ് ഓഫ് പീപ്പിൾ, ആര്യൻസ്, ലൈഫ് ഓഫ് പീപ്പിൾ. ആരുടെയാണ് പറയുന്നത്? ആര്യൻസിന്റെ ആണ് കേട്ടോ.
ആര്യൻസിന്റെ ആണ് എന്ത് ലൈഫ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ജനജീവിതം. എന്താണ്? ഇവരുടെ ജീവിത രീതികളെയാണ് എന്ത് ഈ ലൈഫ് ഓഫ് പീപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ആര്യൻസിന്റെ ജീവിത രീതികൾ എങ്ങനെയൊക്കെയായിരുന്നു? ഓക്കെ, വി ഗെറ്റ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ സപ്ത സിന്ധു റീജിയൻ ഫ്രം ദി ഋഗ്വേദ. അപ്പൊ നമുക്ക് ഇവരുടെ ആര്യൻസിന്റെ ജീവിത രീതികളെ കുറിച്ച്, ലൈഫ് ഓഫ് പീപ്പിളിനെ കുറിച്ച് നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഋഗ്വേദയിൽ നിന്നാണ് അല്ലെ. സംസ്കൃതത്തിൽ എഴുതിയ ആദ്യത്തെ കൃതിയാണ് ഋഗ്വേദ. അതിൽ നിന്നാണ് നമുക്ക് ആര്യൻസിന്റെ അവരുടെ ജീവിത രീതികളെ കുറിച്ച് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ? അവിടുത്തെ ആളുകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നു ആര്യൻസ് ബിലോങ്ഡ് ടു ഡിഫറെന്റ് ട്രൈബ്സ്. വിവിധ ഗോത്രങ്ങളായിട്ടായിരുന്നു ആരുണ്ടായിരുന്നത്? ആര്യൻസ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഡിഫറെന്റ് ട്രൈബുകളായിട്ടായിരുന്നു. ഡിഫറെന്റ് ട്രൈബുകളായിട്ടായിരുന്നു ആരുണ്ടായിരുന്നത്? ആര്യൻസ്. അതായത് വിവിധ അവർ കൂട്ടമായിട്ടാണെങ്കിലും അതിന് ഒരുപാട് ഗോത്രവർഗങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് ട്രൈബ്സ്, ഡിഫറെന്റ് ട്രൈബ്. ഓക്കെ, പിന്നെ പറയുന്നു ഈച്ച് ട്രൈബ് കംപ്രൈസ്ഡ് ഓഫ് മെനി ഫാമിലീസ്. ഇതിലുള്ള ഓരോ ട്രൈബും, ഈച്ച് ട്രൈബ് എന്താണ്? ഈച്ച് ട്രൈബ്, അതായത് ഒരു ട്രൈബിൽ തന്നെ എന്തുണ്ടാവും? സോ മെനി ഫാമിലീസ്, ഒരുപാട് ഫാമിലികൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ആര്യൻസ് ജീവിച്ചിരുന്നത് ഗോത്രവർഗങ്ങളായിട്ടായിരുന്നു, ഡിഫറെന്റ് ആയിട്ടുള്ള ട്രൈബുകളായിട്ടായിരുന്നു, ഗോത്രവർഗങ്ങളായിട്ടായിരുന്നു. ഓരോ ഗോത്രത്തിലും എന്തുണ്ടായിരുന്നു? സോ മെനി ഫാമിലീസ്, ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ പറയുന്നു ദ എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദ ട്രൈബ് വാസ് സെലക്ടഡ് ആസ് ദ ഹെഡ് ഓഫ് ദ ട്രൈബ്. ഓക്കെ, ഇവിടുത്തെ ഓരോ ട്രൈബിനും എന്തുണ്ടായിരുന്നു? ഹെഡ് ഉണ്ടായിരുന്നു, ഹെഡ് ഓഫ് ട്രൈബ്. ഓക്കെ, ഓരോ ട്രൈബിനും എന്തുണ്ടായിരുന്നു? ഹെഡ് ഉണ്ടായിരുന്നു. ആ ഹെഡിനെ നിയമിച്ചിരുന്ന എങ്ങനെയാണ്? എൽഡസ്റ്റ് മാൻ ആണ്. ഓക്കെ, എൽഡസ്റ്റ് മാൻ, നല്ല മുതിർന്ന ആളാണ്. എവിടെ? ഓരോ ട്രൈബിലുള്ള ഏറ്റവും മുതിർന്ന ആളാണ് അവിടുത്തെ ആ ട്രൈബിന്റെ ഹെഡ് ആയിട്ട് ഉണ്ടായിരുന്നത്. The eldest member of the tribe was selected as the head of the tribe. ഓരോ ഗോത്രത്തിലെയും നല്ല മുതിർന്നുള്ള ആളുകളെയാണ് അതിന്റെ തലവനായിട്ട്, ഗോത്ര തലവനായിട്ട് നിയമിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ പറഞ്ഞു there were different tribal assemblies to assist the tribal heads. അപ്പൊ ഈ ട്രൈബൽ ഹെഡ്സ് അല്ലെ, ട്രൈബൽ ഹെഡ്സിനെ സഹായിക്കാനും വേണ്ടി എന്തുണ്ടായിരുന്നു എന്ന് പറയുന്നു? ഡിഫറെന്റ് ട്രൈബൽ അസംബ്ലികൾ ഉണ്ടായിരുന്നു. ട്രൈബൽ അസംബ്ലീസ് എന്തിനു വേണ്ടിയാണ്? ടു അസിസ്റ്റ് ട്രൈബൽ ഹെഡ് അല്ലേ. ട്രൈബൽ അസംബ്ലി എന്തിനു വേണ്ടിയാണ്? ടു അസിസ്റ്റ് ദ ട്രൈബൽ ഹെഡ്, ഗോത്ര തലവനെ സഹായിക്കാൻ വേണ്ടി ഒരു ട്രൈബൽ അസംബ്ലികൾ ഉണ്ടായിരുന്നു. ട്രൈബൽ അസംബ്ലികൾ ഗോത്ര സഭകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ആ സഭകളുടെ പേര് പറയുന്നുണ്ട്. ദിസ് അസംബ്ലീസ് വേർ നോൺ ആസ് വിദത, സഭ ആൻഡ് സമിതി. ഏതൊക്കെയാണ്? ട്രൈബൽ അസംബ്ലിയാണ് ഏത്? വിദത, പിന്നെ പറയുന്നു ഏതാണ്? സഭ. ഓക്കെ, പിന്നെ ഒന്നുകൂടി പറയുന്നുണ്ട് സമിതി. അപ്പൊ അങ്ങനെ മൂന്ന് ട്രൈബൽ അസംബ്ലി ആണ്. എന്തിനു വേണ്ടി? ഈ ട്രൈബൽ ഹെഡിനെ സഹായിക്കാൻ വേണ്ടിയുള്ള ട്രൈബൽ അസംബ്ലി. ട്രൈബൽ അസംബ്ലി എന്ന് പറഞ്ഞാല് ഗോത്ര സഭകള്. ഓക്കെ, അതാണ് എന്ത്? ഓക്കെ, ഗോത്രസഭകൾ. ട്രൈബൽ അസംബ്ലി എന്ന് പറഞ്ഞാൽ ഗോത്രസഭകള്. അപ്പൊ ഗോത്രസഭകൾ എന്തിനാണ് ഗോത്രസഭകൾ ഉണ്ടായിരുന്നത്? ടു അസിസ്റ്റ് ദ ട്രൈബൽ ഹെഡ്, ഗോത്ര തലവനെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു. ഏതൊക്കെയാണ് അസംബ്ലികള്, ഗോത്ര സഭകൾ ഏതൊക്കെയാണ്? വിദത, സഭ, സമിതി എന്ന് പറയുന്ന ട്രൈബൽ അസംബ്ലീസ് ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ്? ടു അസിസ്റ്റ് ദ ട്രൈബൽ ഹെഡ്. ഓക്കെ, പിന്നെ പറയുന്നത് ദ മെയിൻ ഓക്യുപ്പേഷൻ ഓഫ് ദ ആര്യൻസ് വാസ് കാറ്റിൽ റിയറിംഗ് ആൻഡ് ഫാമിംഗ്. ആര്യൻസിന്റെ പ്രധാനപ്പെട്ട ജോലി എന്തായിരുന്നു? കാറ്റിൽ റിയറിംഗ് ആയിരുന്നു അല്ലെ.
കാറ്റിൽ റിയറിങ്. എന്താ കാറ്റിൽ റിയറിങ് എന്ന് പറഞ്ഞാല് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, കന്നുകാലി മേക്കൽ. ആൻഡ് ഫാമിംഗ്. ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, കൃഷി അല്ലെ. ഇത് രണ്ടുമായിരുന്നു ആര്യൻസിന്റെ പ്രധാനപ്പെട്ട ഒക്കുപേഷൻ എന്ന് പറഞ്ഞാൽ പ്രധാന ജോലി. ഓക്കെ, പിന്നെ പറയുന്നു ദേ ഫോർട്ട് ബാറ്റിൽസ് ഫോർ പാസ്റ്ററൽ ഗ്രൗണ്ട്സ് ആൻഡ് കാറ്റിൽ. ഓക്കെ, ഇവര് പരസ്പരം എന്ത് ചെയ്തിരുന്നു, ഈ ഗോത്രങ്ങള് എന്ത് ചെയ്തിരുന്നു, പരസ്പരം തല്ലുണ്ടാക്കിയിരുന്നു. ദേ ഫോർട്ട്, യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. എന്തിനു വേണ്ടി, ഫോർ പാസ്റ്ററൽ ഗ്രൗണ്ട്. പാസ്റ്ററൽ ഗ്രൗണ്ട് പറഞ്ഞാൽ കന്നുകാലികളൊക്കെ മേയാൻ വിടുന്ന മേച്ചിൽ പുറം. ഓക്കെ, മേച്ചിൽ ഗ്രൗണ്ടുകൾ. അപ്പോൾ ആ മേച്ചിൽ ഗ്രൗണ്ടുകൾക്കും കാറ്റിലും പശുക്കൾക്കും അല്ലെ കന്നുകാലികൾക്കും വേണ്ടിയൊക്കെ ഇവർ എന്ത് ചെയ്തിരുന്നു, യുദ്ധങ്ങൾ ചെയ്തിരുന്നു. ഈ ഡിഫറെന്റ് ട്രൈബൽ ഗ്രൂപ്പ്സ് യുദ്ധങ്ങൾ ചെയ്തിരുന്നു. ഓക്കെ, ആ യുദ്ധങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്, ഗാവിഷ്ടി എന്ന് പറയുന്നത്. അതായത് കന്നുകാലികൾക്കും അതുപോലെ മേച്ചിൽപ്പുറങ്ങൾ പാസ്റ്റോൾസിനും ഒക്കെ പാസ്റ്റോറലിനും വേണ്ടി യുദ്ധങ്ങൾ ചെയ്തിരുന്നു ട്രൈബൽ ഗ്രൂപ്പുകൾ. ആര്യൻ ട്രൈബൽ ഗ്രൂപ്പുകൾ യുദ്ധങ്ങൾ ചെയ്തിരുന്നു. ഈ യുദ്ധത്തെ വിളിക്കുന്ന പേരാണെന്ത്, ഗാവിഷ്ടി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇത് ഇത്രയുമാണ് എന്ത് പറയുന്നത്, ഇവരുടെ ജനജീവിതം അല്ലെങ്കിൽ ലൈഫ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്ന ഭാഗത്ത് ഉള്ളത്. ഓക്കെ, എന്തൊക്കെയാണെന്ന് പോയിന്റുകൾ നോക്കാം. ഓക്കെ, ആര്യൻസ് ബിലോങ് ടു ഡിഫറെന്റ് ട്രൈബ് അല്ലെ. അവരുടെ ജനജീവിതം എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ട്രൈബുകളായിട്ടായിരുന്നു. ഈച്ച് ട്രൈബ് എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു സോ മെനി ഫാമിലീസ്. ഓക്കെ, അവിടെ പറയുന്നു ഈച്ച് ട്രൈബ് കംപ്രൈസ്ഡ് ഓഫ് മെനി ഫാമിലീസ്. ഓരോ ട്രൈബും ഒരുപാട് ഫാമിലികൾ ഉൾക്കൊള്ളുന്നതാണ്. പിന്നെ പറയുന്നു ദ എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദ ട്രൈബ് വാസ് സെലക്ടഡ് ആസ് ദ ഹെഡ് ഓഫ് ദ ട്രൈബ്. ഓക്കെ, ഏറ്റവും മുതിർന്ന ആളുകൾ ഒരു ട്രൈബിലുള്ള ഒരു ഗോത്രവർഗത്തിലുള്ള ഏറ്റവും മുതിർന്ന ആളിനെയാണ് എന്തായിട്ട് തിരഞ്ഞെടുക്കുക, ആ ട്രൈബലിന്റെ ആ ഒരു ഗോത്രവർഗത്തിന്റെ തലവനായിട്ട് തിരഞ്ഞെടുക്കാം. പിന്നെ പറയുന്നത് there were different tribal assemblies അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള ഗോത്ര സഭകൾ ഉണ്ടായിരുന്നു, ട്രൈബൽ അസംബ്ലികൾ ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ് ഈ അസംബ്ലികൾ ഉള്ളത്, ടു അസിസ്റ്റ് ദ ട്രൈബൽ ഹെഡ് അല്ലെ, ഗോത്രവർഗ തലവനെ സഹായിക്കാൻ വേണ്ടിയാണ്. ഏതൊക്കെയാണ് അസംബ്ലികൾ, വിധത, സഭ, സമിതി, ഇതൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ട്രൈബൽ അസംബ്ലികൾ. ഓക്കെ, പിന്നെ പറയുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട ഓക്യുപ്പേഷൻ, ദ മെയിൻ ഓക്യുപ്പേഷൻ വാസ് ദ ആര്യൻസ് വാസ് ദി കാറ്റിൽ റിയറിംഗ് ആൻഡ് ഫാമിംഗ്. ഇവരുടെ പ്രധാനപ്പെട്ട ജീവിത രീതി എന്ന് പറയുന്നത്, ജീവിത ജോലി എന്ന് പറയുന്നത് എന്താണ്, കാറ്റിൽ റിയറിംഗ് ആയിരുന്നു, കന്നുകാലി മേക്കലായിരുന്നു. പിന്നെ ഫാമിംഗ്, കൃഷിയായിരുന്നു. അപ്പൊ ഇവര് ദേ ഫോർട്ട് ബാറ്റിൽസ് ഫോർ പാസ്റ്ററൽ ഗ്രൗണ്ട് ആൻഡ് കാറ്റിൽ. കന്നുകാലികൾക്ക് വേണ്ടിയും പാസ്റ്ററൽ ഗ്രൗണ്ട് മേച്ചിൽ പുറങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ഇവരെന്ത് ചെയ്തിരുന്നു, യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. അപ്പൊ ഇത്രയുമാണ് ദ ലൈഫ് ഓഫ് പീപ്പിൾ ഓഫ് ആര്യൻസ്. ഓക്കെ, ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ നല്ലതുപോലെ നോക്കി വെക്കണം എല്ലാവരും. ഓക്കെ.